ഇനി ഞാൻ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മുംബൈ മഹാനഗരത്തിലേക്കാണ്. മുംബൈ മഹാനഗരത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന മലയാളത്തിൻ്റെ ഒരു പ്രിയ നടിയുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിനി പോകുന്നത്. മലയാള സിനിമയിൽ 4 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ചലച്ചിത്ര താരം നദിയ മൊയ്തു ആദ്യകാല ഓർമ്മകൾ പങ്കുവച്ചു. മുംബൈയിൽ ജനിച്ചു വളർന്ന നദിയ 5 പതിറ്റാണ്ട് മുൻപുള്ള മുംബൈയിലെ മലയാളി ജീവിതവും ഓർത്തെടുത്തു. 65-ാം വർഷത്തിലേക്ക് കിടക്കുന്ന മുംബൈയിലെ ആദ്യകാല മലയാളി സമാജത്തിൻ്റെ വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട നദിയ മൊയ്തു. മുംബൈയിൽ മുഴുവൻ കേരള സമാജത്തിന്റെ 64ാമത് വാർഷികാഘോഷ പരിപാടിയിൽ വിശിഷ്ടാതിഥിയായി എത്തിയ നദിയ മൊയ്തു ആദ്യ ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ ചലച്ചിത്ര താരമാണ്. 1984 പുറത്തിറങ്ങിയ നോക്കത്താ ദൂരത്ത് കണ്ണു നട്ടുന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ ഗേളിക്ക് ഇന്നും ആരാധകരേറെയാണ്. സെൽഫി എടുക്കാനും കുശലം പറയാനും വലിയ തിരക്കായിരുന്നു. മലയാള സിനിമയിൽ 4 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ നദിയ ആദ്യകാല ഓർമ്മകൾ പങ്കുവച്ചു. മലയാളം സിനിമ എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കും. എനിക്ക് തുടങ്ങിയത് തന്നെ ഒരു മലയാളം പടം വെച്ചാണ്. പിന്നെ എനിക്ക് കിട്ടിയ ഒരു കഥാപാത്രം ഗേളി മാത്യു, എനിക്ക് തോന്നുന്നു ആൾക്കാർ ഒരിക്കലും മറക്കൂല. ഇപ്പൊ തന്നെ ഈ ഒരു അസോസിയേഷന് തന്നെ എൻ്റെ അടുത്ത് ആരോ വന്ന് പറഞ്ഞ് എൻ്റെ 6 വയസ്സുള്ള കൊച്ചുമോള് ആദ്യം പാടിയ പാട്ട് 1000 കണ്ടുപോയി. അത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നും ഇറ്റ്സ് വൺ ഓഫ് ദോസ് ഫിലിംസ് വിച്ച് ഗോസ് ത്രൂ സോ മെനി ജനറേഷൻസ് ആൻഡ് ഇറ്റ്സ് ടൈംലെസ്. മുംബൈയിലാണ് നദിയ ജനിച്ചു വളർന്നത്. 5 പതിറ്റാണ്ട് മുമ്പുള്ള മുംബൈയിലെ മലയാളി ജീവിതവും നദിയ ഓർത്തെടുത്തു. ആ സമയത്തൊക്കെ ഏതെങ്കിലും ഒരു മലയാളി ഫാമിലി ബോംബെ വരുമെന്ന് പറയുമ്പം എല്ലാവരും ചെന്ന് പോയി മീറ്റ് ചെയ്യും. വീക്കെൻഡ് ആകുമ്പോൾ ഒന്ന് പോയി കാണുക. ബിക്കോസ് ബോത്ത് മൈ പേരൻസ് ഫോർ വർക്കിംഗ്. അപ്പം ആ ഉള്ളൊരു സന്തോഷം, ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ അത്ര കാണാനും തിരിച്ച് നാട്ടിൽ പോകാൻ അത്ര പറ്റില്ലായിരുന്നു. കൊല്ലത്തിൽ ഒരിക്കലും എല്ലാം പോവായിരുന്നു. 65-ാം വർഷത്തിലേക്ക് കടക്കുന്ന മലയാളി സമാജത്തിന്റെ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ സന്തോഷവും നദിയ പങ്കിട്ടു. അപ്പൊ നമ്മൾ ആരെങ്കിലും ഒരു മലയാളികളെയും കാണുമ്പോൾ, ആരെങ്കിലും മുണ്ടെടുത്ത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്രയും കാലത്തിന് ശേഷം നമ്മൾ ഇത്രയും മലയാളികൾ ഒരുമിച്ച് കാണുമ്പോഴും ഇങ്ങനൊരു സമാജം നടത്തുന്നത്, ആ നമ്മുടെ കൾച്ചറും നമ്മുടെ പാട്ടുകളും എന്താണെങ്കിലും ശരി, അതിങ്ങനെ അത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ വളരെയധികം സന്തോഷം. മലയാളികൾ തന്നെ ഇപ്പോഴും പഴയ ഗേളിയായി കാണുവാൻ ഇഷ്ടപ്പെടുന്നുവെന്നാണ് എവർഗ്രീൻ ലുക്കിന് പിന്നിൽ രഹസ്യമെന്ന ചോദ്യത്തിനോട് നദിയ പ്രതികരിച്ചത്. നിങ്ങൾ എപ്പോഴും എന്നെ ഗേളിയായിട്ട് കാണുന്നതുകൊണ്ട് തന്നെയാണ്. സമാജം പ്രസിഡന്റ് കലാശ്രീ CK പൊതുവാൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ഒപ്പം ഇന്ന് ജീവിച്ചിരിക്കുന്നവരും മൺമറഞ്ഞു പോയവരുമായ നമ്മുടെ പ്രവർത്തകരെ ഞാൻ ഈ അവസരത്തിൽ സ്മരിച്ചു കൊള്ളട്ടെ. സ്ഥലം MP സഞ്ജയ് ദിന പാട്ടീൽ മുഖ്യാതിഥിയായിരുന്നു. ഒരു കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കാനുള്ള കേരള സമാജത്തിന്റെ പദ്ധതി സാക്ഷാത്കരിക്കാൻ വേണ്ട സഹായങ്ങൾ പാട്ടീൽ വാഗ്ദാനം ചെയ്തു. They have given a small request for a community hall. We'll surely look forward that we get that work done so they can do more good work from that place. ശ്രീനാരായണ മന്ദിരസമിതി പ്രസിഡന്റ് MI ദാമോദരൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ് കുമാരൻ നായർ തുടങ്ങിയവരും വേദി പങ്കിട്ടു. തുടർന്ന് പാരീസ് ലക്ഷ്മി അവതരിപ്പിച്ച നൃത്ത പരിപാടികളും വിവേകാനന്ദൻ നയിച്ച സംഗീത പരിപാടിയും അരങ്ങേറി.